എന്റെ പൊന്നേ, എന്തൊരു മീനാണത്! ഈശ്വരാ, ലേലംവിളി നടക്കണേന്ന് തോന്നുന്നു അല്ലേ? ലേലംവിളി അല്ലേ? നമ്മുടെ വലിയ തെരണ്ടിയുടെ ലേലംവിളി നടന്നുകൊണ്ടിരിക്കണേ കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ഈ സാധനം 7200 രൂപക്ക് കച്ചവടം ഉറപ്പിച്ചത് ലേലം വിളിച്ച്. നമ്മളിത് ആദ്യമായിട്ടാണ് ഇതേപോലെ ലേലൊക്കെ കാണുന്നത്. ഫ്രണ്ട്സ്, ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് വന്നത് ചെമ്മീൻ മേടിക്കാനാട്ടോ. പക്ഷേ ചേട്ടയുടെ കയ്യിലിരിക്കുന്ന സാധനം കണ്ട എന്താണെന്ന്? അതാണ് ഇപ്പൊ നമ്മൾ മേടിച്ചേക്കണ കേരയാണ് കേട്ടോ. കേരയാണ് വാങ്ങിച്ചേക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മള് മീൻ മേടിക്കാൻ വന്നാണ്. ചെമ്മീൻ മേടിക്കാനല്ല, നമ്മള് അച്ചാറിടാൻ ചെമ്മീൻ മേടിക്കാൻ വന്നാണ്. നമുക്ക് ചെമ്മീൻ മാത്രം കിട്ടില്ല, ചെമ്മീൻ ഒഴിച്ച് നമുക്ക് ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടിയിട്ട് ഒരു കേര വാങ്ങിച്ച്. അപ്പൊ നമ്മുടെ ലേലം വിളിക്കുന്ന സ്ഥലത്തു നിന്നാണ് വാങ്ങിച്ചത്. സാധാരണ അധികം കാശായില്ല അല്ലെ? ലേലം വിളിക്കുന്ന സ്ഥലത്തുനിന്നായ കാരണം അല്ലെ? ലേലം വിളിക്കുന്ന സ്ഥലത്തായ കാരണം അധികം കാശൊന്നും ആയില്ല, നല്ല ലാഭത്തിന് കിട്ടി. അപ്പൊ നമ്മൾ ആ കേര, നമ്മുടെ ഇവിടെ ചെമ്മീനൊക്കെ അന്വേഷിച്ചായിരുന്നു. പക്ഷെ വലിയ ഇതായിട്ടുള്ള ചെമ്മീൻ, എല്ലാം ചെറിയ ചെമ്മീനാണല്ലേ? ചെമ്മീന് വില കൂടുതലാണ്. നമ്മളിപ്പോ ചെമ്മീനും കേരയും വാങ്ങിച്ച് വെക്കണേക്കാട്ടും നല്ല ഒരു സാധനം വെക്കണമെന്ന് തോന്നി. അപ്പൊ അത് കാരണം നമ്മള് ചെമ്മീനച്ചാർ എന്നുള്ളത് മാറ്റി കേരച്ചാറാക്കി. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ചാള. എന്റെ ദൈവമേ, ഞാൻ ഇതുവരെ ഇത്രയും ചാള ഇങ്ങനെ കണ്ടിട്ടില്ല. എന്താല്ലേ ചാള! ആ വന്ന വഞ്ചില് മുഴുവനും ചാള മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളും ചാള വാങ്ങിച്ചു. നമ്മളും വാങ്ങിച്ചട്ടോ ചാള. 2.5 കിലോ ചാള 100 രൂപയ്ക്കട്ടോ. 2.5 കിലോനും ചാള വേണം. മിഥുനും ചാള ഇപ്പൊ കൊറേ നാളായി. ഇപ്പൊ എപ്പോഴും ഈ കുഞ്ഞിച്ചാളയായിരുന്നു വന്നത്. അപ്പൊ ഇനി എന്തായാലും ഇതെല്ലാം കൂടി മേടിച്ച് നമുക്ക് വീട്ടിലോട്ട് പോവാം. വീട്ടിൽ ചെന്നിട്ട് മീനൊക്കെ കാണിച്ചിട്ടാ. ഫ്രണ്ട്സ്, നമ്മളിത് ഹാർബറിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. ഹാർബറിലെന്ന് വെച്ചാൽ നമ്മള് ചെമ്മീൻ മേടിക്കാനാണ് പോയത് കേട്ടോ. പക്ഷെ നമുക്ക് ചെമ്മീൻ കിട്ടിയില്ല. ചെമ്മീൻ ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര വിലയായിരുന്നു ചെമ്മീനൊക്കെ. ചെമ്മീൻ ഇപ്പൊ അധികം വന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ അത് കാരണം നമുക്ക് അച്ചാറിടാൻ പറ്റിയ ഒരു ഇത്തിരി വലിയ സൈസ് ചെമ്മീനെ നമ്മൾ നോക്കിയത്. അപ്പൊ അത് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ഭയങ്കര വിലയായിരുന്നു. ഭയങ്കര വിലയായതാണ് നമ്മളത് മേടിച്ചില്ല. അപ്പൊ ഞങ്ങൾ ആ ചെന്ന സമയത്തുണ്ടല്ലോ, അവിടെ എന്താണ് എന്ത് വന്നേക്കണതാന്ന്, തെരണ്ടിയൊക്കെ ചാളയൊക്കെ വന്നിട്ടുണ്ട്. മറ്റേ ബോട്ട് വന്നേക്കണായിരുന്നു. ആ ലേലം വിളി സമയമായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പത്തേനും. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു ചൂര ഇരിക്കുന്നു. ചൂരല്ല, കേര. കേര കിലോ 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പൊ ഞങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേര മേടിച്ചിട്ട് വന്ന വഴി ചെമ്മീൻ നോക്കാന്നാ കരുതിയത്. പക്ഷെ വന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ ചെമ്മീനില്ല. അപ്പൊ ഞങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെമ്മീൻ അല്ല, ആ കേര വാങ്ങിച്ചു. കേര 2.5 കിലോന് വാങ്ങിച്ചവര് നന്നാക്കി തന്നാ. നമ്മള് മേടിക്കുന്ന സ്ഥലത്തുനിന്നല്ല, അതല്ലാണ്ട് വേറൊരു സ്ഥലത്ത് നിന്നാണ് നന്നാക്കി തന്ന കേട്ടാ. ഞങ്ങൾ എന്തായാലും നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പാടല്ലേ. അപ്പൊ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു സ്ഥലത്ത് നന്നാക്കാനായിട്ട് കൊടുത്ത്, എന്നിട്ട് നന്നാക്കി നമ്മൾ തന്ന്. ഇതാണ് ഇപ്പൊ നമ്മൾ അച്ചാറിടാനായിട്ട് എടുത്തേക്കണത്. ചെറുതായിട്ട് മുറിച്ച് അമ്മ ചെറുതായിട്ട് മുറിച്ച് ഇച്ചിരി കൊണ്ട് വലിയ പീസായിട്ടാണ് അവർ തന്നത്. പക്ഷെ നമുക്ക് അച്ചാർ വറക്കുമ്പത്തേനും വറവ് ശരിയാണേ. അപ്പൊ അത് കാരണം അമ്മ രണ്ടാമത് വീണ്ടും ചെറുതായിട്ട് മുറിച്ച് കഴുകി. പിന്നെ നമ്മള് കുറച്ച് പീസ് ഇവിടെ വേറെ മാറ്റി വെച്ചിട്ടാ. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ഉച്ചക്കത്തേക്ക് കറിക്കായിട്ട് എടുക്കാന്ന് കറിയിട്ട് തലയും പിന്നെ കുറച്ച് 2-3 കഷ്ണങ്ങളും കൂടിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇന്നൊരു കറിയാക്കി എടുക്കാം. അച്ചാറിന് നമുക്ക് തലയൊന്നും വേണ്ടല്ലോ, അപ്പൊ മുള്ളും വേണ്ട, മാംസം മാത്രം മതി. അപ്പൊ നമ്മളിതിന്ന് അച്ചാറിനും മാംസം ഞാൻ നല്ലോണം വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകി വാരി വെച്ചു. അമ്മ അത് കഴുകി നല്ല ക്ലീൻ ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ട് വെച്ചാണ്. നല്ല പച്ച മീനാണ് കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പച്ച മീനാണ്. നമുക്ക് ഇവിടെയൊക്കെ കിട്ടുമ്പോഴത്തേനും എന്ന് വെച്ചാൽ ഐസൊക്കെ ഇട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഐസൊന്നും ഇടാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയേക്കണേണ്. അപ്പൊ നമുക്ക് ആദ്യം കുറച്ചു നേരം നമുക്ക് പെരട്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പൊ നമുക്ക് പെരട്ടാനുള്ള സാധനങ്ങൾ എന്തൊക്കെയായിട്ടുണ്ട് പെരട്ടാനായിട്ട്? ഉപ്പുപൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി ഇട്ടപ്പോ ആദ്യം നമുക്ക് ഈ ചട്ടിനകത്ത് വരട്ടെ. അതിനകത്ത് വരട്ടെ നമുക്ക്. പറയണോട്ടെ എന്തോരം വേണം? മതി. 4 സ്പൂൺ മുളക് പൊടിയാണ് ഇപ്പൊ തൽക്കാലം ഇട്ടേക്കണത്. നമുക്ക് പറ്റി നോക്കാം. പറ്റിയില്ലെങ്കിൽ വേറെ ഇടാം. മഞ്ഞപ്പൊടി ഇടണ്ടേ? മഞ്ഞപ്പൊടി വേണം. മതിയാ? ഇത്തിരി കൂടി മതി.
അതെയോ, നമ്മള് അളവിനൊന്നും അല്ല കേട്ടോ, ടീസ്പൂണൊന്നും അല്ല, നമ്മളൊരു ഏകദേശ കണക്കിനാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ അളവൊന്നും പറയാനായിട്ട് അറിയാൻ പാടില്ല, നമ്മളൊരു ഉദ്ദേശക്കണക്കിന് നമ്മള് സാധനത്തിന്റെ പാകത്തിനുള്ളത് നമ്മൾ എടുക്കുന്നത്. മതിയാ? ഇത്തിരി കൂടി ഇട്ടോ. നമ്മ കറക്റ്റ് ആയിട്ടല്ല അവിടെ നിന്ന് പറയണ്ട, ഇത്തിരി കൂടിട്ട് നമുക്ക് അറിയാൻ പാടില്ല. ഞാൻ മിക്കപ്പോഴും എല്ലാം കയ്യളവാണ്. ഞാൻ മിക്കപ്പോഴും ഇടുമ്പത്തേനും എല്ലാത്തിനും ഉപ്പ് കുറവായിരിക്കും. എന്നിട്ട് നമ്മൾ എന്നിട്ട് പറ്റി വെക്കാം വിനാഗിരി ഒത്തിരി ഒഴിക്കും. ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഇടാം. ഇച്ചിരി വെളിച്ചെണ്ണ ഇടാം. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പുരട്ടി വെക്കാം. പോരാಗಿ ഉണ്ടെങ്കിൽ എടുക്കാം അല്ലെ? ഇച്ചിരി വിനാഗിരി, ഇച്ചിരിയും കൂടി വിനാഗിരി വേണം. ഇത്തിരി ഒഴിച്ചോ. വെള്ളം പോലെ മതി. മതിയാ? മതി. ഇനി മീനിടാം അല്ലെ? മീനിടാം. കുറച്ചേ എടുത്തിട്ടുള്ളൂ, പോരാಗಿ ഉണ്ടെങ്കിൽ വീണ്ടും ഇടാം. ഇരട്ടിക്കത് ഇരട്ടിയിട്ട് നമുക്ക് കുറച്ചു നേരം ഫ്രിഡ്ജിലോട്ട് വെക്കാം. എന്നാലാണ് അത് ശരിയായിട്ട് പിടിക്കുള്ളൂ. ഇരട്ടിക്കോ? പേപ്പറിടണോ? വേണ്ടല്ലേ? വേണ്ട. 2 വേപ്പലിടും കഴുകിയിട്ട്. അത് നല്ല വേപ്പലല്ല. ഇതിൽ അരച്ചിട്ട് അവിടെ നല്ല ഫ്രഷ് വേപ്പലാണ്. കഴുകിയിട്ട് മരത്തുമ്മേന്നല്ല, അങ്ങനെ തന്നെ പച്ചവടി മതിയാ? ഉപ്പ് നോക്കണോ അതിനകത്ത് എന്താന്ന്? കറക്റ്റ് ആയിരിക്കുള്ളൂ. അമ്മ എക്സ്പെർട്ടാണ്. മതിയല്ലേ? ഞാനപ്പൊ ഒരു പാത്രം, ഈ പാത്രത്തിൽ തന്നെ ആക്കി വെച്ചതിയല്ലോ. മതി. നമ്മള് ഫ്രിഡ്ജിലോട്ട് വെക്കാനായിട്ടേ വേറൊരു കുഞ്ഞി പാത്രത്തിലോട്ട് മാറ്റി വെക്കണേണ്. ചട്ടി അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പാടാണ്. അപ്പൊ അത് കാരണം നമ്മള് കുഞ്ഞി പാത്രത്തിലാണ്ടാവിട്ട് പകർത്തിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാന്ന് വെച്ചിട്ട് പിടിക്കാനായിട്ട് 1 അരമണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. അപ്പൊ നമുക്ക് ആകെ ഇത്ര ഉള്ളൂ കേട്ടോ മീൻ. ഇത്ര എടുത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇതെന്തായാലും ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കാം മൂടിയിട്ട്. അപ്പോഴത്തേനും നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നമുക്ക് നന്നാക്കി എല്ലാം ഒക്കെ എടുത്ത് അരിഞ്ഞൊക്കെ വെക്കാം. അപ്പൊ വെളുത്തുള്ളിയൊക്കെ കുറച്ച് നന്നാക്കി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി, ഈ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കുമ്പോ തന്നെ കുറച്ചു നേരം ആകും. അമ്മ അവിടെ അച്ചാറിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കണ്ട. അപ്പൊ ആ നേരത്തിന് ഞാൻ വിചാരിച്ചിരുന്ന കറി നമ്മുടെ തല ചോറൊക്കെ തിന്നുകഴിഞ്ഞിട്ട് അച്ചാറിന്റെ നോക്കാം. അപ്പൊ ഈ ആ സമയത്തിന് അതൊക്കെ നന്നാക്കി മറ്റേ മുളകൊക്കെ പിടിക്കുന്ന നേരത്തിന് ഞാൻ വേഗം കറി അങ്ങാട് വെച്ചെടുക്കാം. പിന്നെ നമ്മളവിടെ പോയപ്പോ നമുക്ക് കൊറേ ചാള കിട്ടിയായിരുന്നു കേട്ടോ. കവർ നിറച്ചും ചാളയാണ്. നല്ലൊരു പണിയായി കിട്ടിയേക്കുന്നുണ്ടോ? കവർ നിറച്ചും ചാളയാണ്. നമുക്ക് 100 രൂപക്ക് കിട്ടിയ ചാളയാണ് ഉണ്ടായത്. ഇനി ഞാൻ ശരിയായിട്ട് കാണിച്ചു. കുഞ്ഞിച്ചാളയാണ്. അച്ചിങ്ങച്ചാളയല്ലേ? അച്ചിങ്ങച്ചാളയല്ല, ഇച്ചിരി കൂടി വലുതാണ്. അപ്പൊ ഞാൻ ഇത് കുറച്ചെടുത്ത് നമുക്ക് തൽക്കാലം വെട്ടി വരുമ്പോ കൊറേ നേരം പിടിക്കും. കുറച്ചെടുത്ത് തൽക്കാലം നമുക്ക് വറക്കാം. ബാക്കി അങ്ങനെ തന്നെ ഫ്രിഡ്ജ് വെക്കാം. ആവശ്യത്തിന് കുറേശ്ശെ നമുക്ക് എടുത്താ മതി. അന്നുള്ളത് നന്നാക്കിയെടുത്താൽ മതി. എന്തായാലും ഇനി എന്തായാലും പിടിച്ചൊക്കെ വരട്ടെ. പിടിച്ച് വന്നിട്ട് അച്ചാറിന്റെ പണിയിലോട്ട് നോക്കാം. അപ്പൊ നമ്മള് മീനൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. അരമണിക്കൂറിൽ കൂടുതൽ, ഇപ്പൊ 1 മണിക്കൂർ ആവാറായിട്ട് തോന്നുന്നു നമ്മൾ പുരട്ടി വെച്ചിട്ട്. അപ്പൊ വെള്ളമില്ല. ചട്ടി ഒന്ന് ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഞാനപ്പത്തിന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വരാം. നമ്മള് 1 മണിക്കൂറായി, ഏകദേശം 1 മണിക്കൂറായി മീൻ പുരട്ടി വെച്ചിട്ടപ്പോ അതിന്റെ ഇതൊക്കെ പിടിച്ചിട്ടുണ്ടാവും. മുളകും ഇതൊക്കെ പിടിച്ചിട്ടുണ്ടായി. നമുക്കിതെല്ലാം വറുത്ത് കോരണം. അപ്പൊ ചട്ടി ചൂടാവട്ടെ. ചൂടായിട്ട് വേണം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചധികം വേണം. കുപ്പിയിൽ വെച്ചാണ്, അല്ലെങ്കിൽ അധികമായി പോകും ഒഴിക്കുമ്പോ. അതാണ് ഇങ്ങനെ ഒഴിക്കാം. മതിയാവൂല്ലേ?
തോരൻ കഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഈ ചട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ചൂടാവാൻ ഇത്തിരി താമസം വരും. ചൂടായി അങ്ങനെ തന്നെ നിക്കും. ചൂടാവണ നേരത്തെ നമുക്ക് സാധനം കാന്താരി മുളക് രണ്ടെണ്ണം ഇതിനകത്ത് ഇട്ടില്ല, നമ്മള് മറന്നുപോയി. നെല്ലിക്കാപ്പുളിയൊക്കെ നമ്മളിവിടെ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ചാറല്ല, ഉപ്പിലിട്ട് ഉപ്പിലിട്ട് വെച്ചേക്കണത്. അപ്പൊ ഇവിടെ ഇവര് വന്ന് ഇടക്കിടക്ക് ഓരോന്നൊക്കെ എടുത്ത് നിന്ന് തിന്നാറുണ്ട്. ഇത് ഉപ്പ് പിടിച്ചാണല്ലോ കേട്ടോ. കുടിക്കാനായിട്ട് ഉണ്ടാവൂല്ലോ. ഉപ്പ് കുടിക്കാതാവുമ്പത്തേനും ഇതെല്ലാം മുഴുവൻ തീർന്നിരിക്കും. അതെ, നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ട് ടെസ്റ്റ് നോക്കിയതാണ്. അമ്മ കയ്യിലും കൊണ്ടൊക്കെ പറ്റലില്ല, കൈ കൊണ്ട് എടുത്തിട്ട് തന്നെ ഇടണോ ഞാൻ? വേണ്ട. അപ്പതേ എനിക്ക് ഒന്നും മൊബൈല് നോക്കി ഒന്നും അറിയാൻ പാടില്ല. എല്ലാം എന്റെ കൈയളവും എന്റെ മനസ്സിൽ തോന്നണ പോലെയൊക്കെയാണ്. അതെ, നമ്മുടെ മീനൊക്കെ വറുക്കാൻ അതാണ് അളവ്, അത് കറക്റ്റ് ആയിരിക്കും. മതിയല്ലേ? ഇത് വറുത്ത് പോരാനായിട്ട് കുറച്ച് താമസമുണ്ട് അല്ലേ? താമസം വരും. അവിടെ വെച്ചേക്കത് നമ്മുടെ ഫസ്റ്റത്തെ ട്രിപ്പ് മീനായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കോരി മാറ്റാം. അതോട്ടോ എണ്ണ നമുക്ക് ചരിച്ചു വെക്കാല്ലേ പാത്രം. എണ്ണ ഒന്ന് ഊർന്നു വരും. അമ്മ രണ്ട് കയ്യിലൊക്കെ ആയിട്ടാണ് കേട്ടോ കോരാൻ പോകുന്നത്. അതിൽ കോരാൻ പറ്റണില്ലേ? അതുകൊണ്ട് വലുതല്ലേ, കുറച്ച് ചെറിയ കയ്യിലും വെച്ച് കോരി കോരി എടുക്കണേട്ടാ. ഈ മുഴുവനും കോരിയില്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോലെ കിടക്കാതെ. ഫസ്റ്റത്തെ ട്രിപ്പ് അങ്ങനെ നമ്മള് കോരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. അടുത്ത ട്രിപ്പ് ഇടാ. കൈ 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 അടുത്ത ട്രിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മള് വറക്കും. ഇട്ടപ്പോ കൊറേ ഉണ്ടായിരുന്നു അറിയാവോ അല്ലെ? ഒരു ട്രിപ്പിനും കൂടി ഉണ്ടാവും. ഓക്കേ, അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടപ്പായിരുന്നെങ്കിൽ നീനോ അത് അടപ്പിലാണെങ്കിൽ നമുക്ക് നല്ലോണം തീ കത്തി ഗ്യാസിൽ വെക്കണേലും എളുപ്പമായി, നമുക്ക് എളുപ്പം കഴിയാം. അമ്മ അവിടെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് ഇതേപോലെ അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നട്ടാ. അപ്പൊ അവിടെ അടപ്പൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. നമുക്കിവിടെ കുഞ്ഞടുക്കളയിൽ കുഞ്ഞു സ്ഥലമൊക്കെ ചെയ്താൽ നമുക്ക് അടപ്പൊന്നും വെക്കാൻ പറ്റില്ല. അടപ്പത്താണെങ്കിൽ ഇപ്പൊ വേഗം കഴിഞ്ഞാന് കൊറേ നേരം നിന്ന് കാല് കഴിച്ച് മീൻ വറക്കാനിട്ടോ. ഒരു സ്ഥലത്ത് ഇരിക്കണേണ്. ഇവിടെ സ്ഥലമുള്ളതൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എപ്പോഴും എടുക്കായിരുന്നു. അത് തന്നെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യണോട്ടോ നമ്മുടെ വീഡിയോ അല്ലെ? നിങ്ങളാണ് ഞങ്ങളുടെ ഒരു ബലം. കാണുന്ന ആൾക്കാരാണ് നമ്മുടെ ഒരു ബലം. അതെ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങള് കമന്റ് ആയിട്ട് പറയണം കേട്ടോ. അമ്മ പക്ഷെ നേരത്തെ ഇങ്ങനത്തെ ആളൊന്നും ആയിരുന്നില്ല. അമ്മ ഒരു സ്ഥലത്തോട്ടും പോവൂല, ഒരു സ്ഥലത്തോട്ട് ഇറങ്ങൂല. ഇപ്പൊ വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ സംസാരമൊക്കെ പതിയെ പതിയൊക്കെ ആണെങ്കിലും. ഞാൻ ഈ ഗ്രാമത്തിൽ ജനിച്ചതാണ്, ഞാൻ വളർന്നതും അങ്ങനെ തന്നെ. അതുകൊണ്ട് പിന്നെ നമുക്ക് എവിടെയും പോകാനും ഒന്നിനും അങ്ങനെ താല്പര്യമൊന്നുമില്ല. അമ്മ വീട്ടിൽ തന്നെയാണ് ഫുൾ ടൈം. വീട്ടിൽ തന്നെ. നേരത്തെ ജോലിക്ക് പോയിക്കൊണ്ട സമയത്ത് ജോലിക്ക് പോവുക, വീട്ടിൽ വരിക, ജോലിക്ക് പോവുക, വീട്ടിൽ വരിക. ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോകാത്ത കാരണം ഇവിടെ തന്നെ വീട്ടിൽ തന്നെ, അല്ലാണ്ട് വേറെ എങ്ങും പോകാനായിട്ട് പോണത് അമ്പലത്തിൽ മാത്രമേ പോകുള്ളൂ, അല്ലാണ്ട് എങ്ങും പോകുന്നില്ല. ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഇരിക്കണത്. ഇപ്പൊ ഒരു വർഷമായില്ലേ അമ്മ ജോലിക്ക് പോയിട്ട്? ഇപ്പൊ 2 വർഷമായി. 2 വർഷമായി ജോലി നിർത്തിയിട്ട്. 10-15 വർഷത്തോളം ഞാൻ ഈ കുക്കിംഗ് ജോലിയായിട്ടൊക്കെ നടന്നേച്ചതല്ലേ. അതാണ് നമുക്ക് കുക്കിങ്ങിന്റെ ഇതൊക്കെ ചെയ്യണത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ഈ കുഞ്ഞടുക്കളയല്ലേ മോളെ. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ എന്തൊക്കെ ചെയ്യാനാ? അതിനുള്ള സൗകര്യം നമുക്കില്ല. അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അമ്മക്ക്. പക്ഷെ അമ്മക്ക് പാചകം ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ TV കാണുമ്പോഴാണെങ്കിലും പാചകത്തിന്റെ ഒക്കെ കുറെ ഇങ്ങനെ മീൻ പിടിക്കണതും മീൻ വെക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ അതൊക്കെ കാണണം, കുറെ കാണണം. അതാണ് ഇപ്പൊ പിന്നെ പിള്ളേരുടെ ഒപ്പം എന്നിട്ട് ഇത്തിരി ന്യൂജനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഓരോരോ യൂട്യൂബേഴ്സിന്റെ ആൾക്കാരുടെ ഒക്കെ പേരും കാര്യങ്ങളൊക്കെ അറിയണൊക്കെ അല്ലേ?
ഞങ്ങള് കേൾക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ചില സമയം അമ്മ പറയണത്. നിങ്ങൾ എന്തെങ്കിലും വെക്കുമ്പോ അങ്ങനെ കാണും. അപ്പൊ ആ ചേച്ചി നമ്മളോട് പറഞ്ഞത് വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വലിയ കഷ്ണം ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങളും വിചാരിച്ചെന്നാ അങ്ങനെ ആയിരിക്കും, നമ്മൾ ഇത് ഇട്ടിട്ട് ശീലമില്ലല്ലോ. അപ്പൊ അത് കാരണം ഞങ്ങള് വിചാരിച്ചെന്നാ അങ്ങനെ മതി എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അത്രയും വലിയ കഷ്ണം ഇപ്പൊ. പക്ഷെ ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കാണ് അമ്മ പറഞ്ഞത് ഇത്രയും വലിയ കഷ്ണമായിട്ടുണ്ടെങ്കിൽ പറ്റൂല. പിന്നെ വന്നിട്ട് വീണ്ടും അത് ചെറുതാക്കി മുറിച്ചൊക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി. അതെ, വിനാഗിരി ഉപ്പും കൂടിയിട്ടാണ് വൃത്തിയാക്കിയത്. അങ്ങനെയാണ് വൃത്തിയാക്കണത്. അപ്പൊ പിന്നെ നമ്മൾ മേടിച്ച എവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർബറിൽ നിന്നാണ് കേട്ടോ, വൈപ്പില്ല ഹാർബറിൽ നിന്നാണ്. അത് നമുക്ക് മീൻ മുഴുവത്തോടു കൂടി കൊണ്ടുവന്നത്. പിന്നെ നമ്മള് അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയുള്ള ഒരു ചിക്കൻ കടയുടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ അവിടുന്ന് പറഞ്ഞത് നമുക്ക് അപ്പുറത്തോണ്ട് ഞങ്ങൾ ചോദിച്ചു നോക്കി ഇത് എങ്ങനെ വെട്ടും, നമുക്ക് ഇത്രയും വലിയ മീനൊക്കെ വെട്ടാനുള്ള കത്തിയും സാധനങ്ങളും സംഭവങ്ങളും നമുക്ക് ഇവിടെ ഇല്ല, ഒന്നാമത്തെ സ്ഥലവും ഇല്ല, നമ്മുടെ അടുക്കളയെ കൊണ്ടുവന്ന് ഇവിടെ. അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞ അപ്പുറത്തൊരു ചിക്കൻ കടയുണ്ട്, അപ്പൊ അവിടെ പോയി അവര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആക്കി എല്ലാം നല്ല കവറിനകത്താക്കി ചെയ്തു തന്നു. അപ്പൊ ഈ എറണാകുളം ഭാഗത്തുള്ള ആൾക്കാർക്ക് എവിടെയെങ്കിലും മീനൊക്കെ മേടിക്കാൻ പോകണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ വൈപ്പിലാട്ടെ ഏറ്റവും ലാഭം. വൈപ്പിലാണ് ഏറ്റവും ലാഭം. ഈ സമയത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു 9:30-10 മണി ആ സമയത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബോട്ടുകളൊക്കെ വന്ന സമയമാണ്. ആ സമയത്ത് ഇച്ചിരിയും കൂടി ലാഭത്തിനൊക്കെ നല്ല ലാഭത്തിന് കിട്ടും. ഇച്ചിരിയും കൂടി അല്ല, നല്ല ലാഭത്തിന് കിട്ടും. അവിടെ നിന്ന് ഈ 100 രൂപക്ക് മേടിക്കണ മീനൊക്കെയാണ് ഇവിടെ ആൾക്കാരൊക്കെ വലിയ വിലക്കൊക്കെ കൊണ്ടുവന്ന് വിൽക്കണത്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഇതേപോലെ ഒരുപാട് മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി മേടിക്കുന്നതാണ് ലാഭം. നമ്മുടെ സെക്കൻഡ് ട്രിപ്പും കോരാറായിട്ടുണ്ട് കേട്ടാ. ഓക്കേ, നല്ലോണം എണ്ണയുണ്ട്, അടിയിലൊക്കെ നല്ലോണം പറ്റി പിടിച്ചിട്ടുണ്ട്. അതെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിനാ തോന്നണല്ലേ. ലാസ്റ്റ് ട്രിപ്പും ആയിട്ടുണ്ടല്ലേ, ലാസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട്. പിന്നെ അതൊട്ടിടാം. വറവ് നല്ല പാകത്തിന് കോരിയാലാണ് അച്ചാറ് കേടാകാതെ ഇരിക്കുള്ളൂ. വറവ് ശരിയല്ലെങ്കിൽ അച്ചാറ് വേഗം ചീത്തയായിപ്പോ. നമുക്കിവിടെ കുറെ ദിവസം ഇരിക്കുവോ അച്ചാറ്? നമ്മുടെ കാര്യം പറയാൻ പറ്റില്ല. നമുക്കിവിടെ അച്ചാറ് എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. ആദ്യം അച്ചാറ് തിന്നാനുള്ള ആൾക്കാരാണ് ഇവിടെ മെയിൻ ആയിട്ട്. എന്തെല്ലാം കറികൾ ഉണ്ടെങ്കിലും അച്ചാറ് വേണം. പക്ഷെ സജീഷ് ഇത്തിരി തൊടുള്ളൂ, വേണം ഇത്തിരി തൊടുള്ളൂ. പക്ഷെ ദിയൊക്കെ അച്ചാറ് മാത്രമാണ് ചോറിന് ഇടുന്നത്. അച്ചാർ എനിക്കും ഇഷ്ടമാണ് അച്ചാറ്. പക്ഷെ മീനച്ചാറൊന്നും വലിയ ഇഷ്ടമൊന്നും അങ്ങനെ വലിയ ഇതൊന്നുമില്ല. മറ്റേ നാരങ്ങ മാങ്ങയൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ്. മോള് അതൊന്ന് എണ്ണ ഒന്ന് പകർത്തിയ ശ്രദ്ധിച്ച് നോക്കി. തിളച്ച വഴിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പതിയെ നോക്കിയിട്ട്. നമുക്ക് ഇതിന്റെ ഈ അരപ്പൊക്കെ ഇവിടെ അരിയത്തൊന്ന് വിളിച്ചിട്ട് മാറ്റി അതിനകത്തോട്ട് തന്നെ പകർത്താം. ഈ എണ്ണ നമുക്ക് വറുക്കാനുള്ളതാണ്. മറ്റേ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വറുക്കാനുള്ള, പച്ചമുളക് എല്ലാം അത് നല്ലോണം കഴുകിയിട്ട് നമുക്ക് കഴുകിയെടുത്തിട്ട് ഇതിനകത്ത് തന്നെ അച്ചാറിടാം അല്ലേ. അതിനകത്ത് തന്നെ അച്ചാറുണ്ടാക്കാം നമുക്ക്. ചൂടായിരിക്കട്ടെ, ഭയങ്കര ചൂടാണ് ഇതിന് കൊടല്. ഇനി നമുക്ക് അതിന്റെ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, കോരിയതിന്റെ വെളിച്ചെണ്ണ ഉണ്ട്. ആ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം അല്ലെ? ആ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കാം നമുക്ക്. മറ്റേതൊക്കെ കോരി മാറ്റി അത് കഴിക്കില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിന്റെ കൊറ്റനൊക്കെ ഇരിക്കുമ്പോ കടുക് എടുത്തതിനും ഇഞ്ചി നമുക്ക് ആദ്യം ഇടാം. ഇഞ്ചി ഒന്ന് ശരിക്കും ഒന്ന് വറവലായ ഈ മീൻ കഷ്ണം അച്ചാറിന്റെ ഒക്കെ മീൻ കടിക്കുമ്പോ ഇഞ്ചി വറുത്ത ഇഞ്ചിയും കൂടി കടിക്കുമ്പോ വെളുത്തുള്ളിയൊക്കെ കടിക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഞ്ചി ഇടാം അല്ലേ? ഇഞ്ചി ഇടാം നമുക്ക്. ആദ്യം ഇഞ്ചി ഇടാം നമുക്ക്. ഇഞ്ചി ഇടാം. ഇഞ്ചി ഒരുമാതിരി ഒത്തിരി ആയിട്ട് നമുക്ക് വെളുത്തുള്ളി ഇടാം. ഇനി വെളുത്തുള്ളി ഇടാം. ഇന്ന് മീൻ അച്ചാറ് സ്പെഷ്യല് അമ്മയുടെ ഉണ്ടാ. അമ്മയുടെ സ്പെഷ്യൽ മീൻ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെ? പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഈ രീതിയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതെ, വേറെ ഏതെങ്കിലും രീതിയിൽ അച്ചാറിന്റെ എന്താണ് ഇതുണ്ടെങ്കിൽ അച്ചാർ ഉണ്ടാക്കണ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അതെ, അപ്പൊ
അപ്പൊ നമുക്കതും ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതെ അതെ അതെ. വേറെ ടേസ്റ്റിലൊക്കെ അച്ചാർ കിട്ടണെങ്കിലേ അതെ. നമുക്ക് അതൊന്നും നോക്കാം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റണേന്ന്. അതെ. നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളത് അച്ചാർ. ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ. എറണാകുളം സ്റ്റൈലാണ് ഇത്. അതെ അതെ. പറവൂർ സ്റ്റൈലാണ്. പറവൂർ സ്റ്റൈലാണ്. പറവൂർ സ്റ്റൈൽ അച്ചാറാണ് കേട്ടോ. എറണാകുളം അല്ല, പറവൂർ സ്റ്റൈൽ. കൊടുവഴങ്ങ സ്റ്റൈൽ അച്ചാറാണ്. കൊടുവഴങ്ങ. അമ്മയുടെ അമ്മാമ, എന്റെ അമ്മ നല്ലോണം കുക്ക് ചെയ്യണം. ഉണ്ടാക്കാത്ത അച്ചാറിലെന്ന് പറയുന്നത് സവാള അച്ചാർ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെന്താണ് ജാതിക്കാത്തൊലിയുടെ ജാതിക്കാത്തൊലിയുടെ അച്ചാറ്, അങ്ങനെ കൊറേ നല്ലോണം പാടില്ലാണ്ടിരിക്കണ കാരണമാണ് നാരങ്ങ. പിന്നെ നാരങ്ങ ഒരു സൈസ് വാട്ടി, ഒരു കറുത്ത സൈസ് ഒരു നാരങ്ങ അച്ചാറുണ്ടാക്കി മുഴുവനോട് എണ്ണയില് വാട്ടിയിട്ട്, പിന്നെ മാങ്ങ തൊലിയുടെ അച്ചാറ് അല്ലേ, എല്ലാം ഉണ്ടാക്കും. പപ്പങ്ങയുടെ തൊലിയുടെ അച്ചാറ്, അങ്ങനെ കുറെ വെറൈറ്റി അച്ചാറൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പൈസായില്ലേ, 87 വയസ്സായി. അതെ, ഇപ്പൊ അച്ചാറ് അങ്ങനെ ഇടണില്ല. ഒരു ദിവസം പാചകം ചെയ്യണത് നല്ല ടേസ്റ്റാ. ചോദിക്കുമ്പോഴത്തേനും മറന്നുപോയി. അത് തന്നെ. ഏപ്പിലിടറോ? അല്ല, മറ്റേ നിങ്ങളെടുത്തോ, പൊടി അല്ലേ, ഉലുവപ്പൊടി, മുളക് പൊടി, ഒരു മഞ്ഞപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി. ഇനി എന്ത് പൊടിയാ വേണ്ടത്? ഒന്നുകൂടി ഉലുവപ്പൊടിയാ? ഉലുവപ്പൊടി ഒരു സ്പൂണില് കുടഞ്ഞിടാൻ പറ്റില്ല, ഞാൻ പൊടി ഞാനൊരു സ്പൂണിൽ തരാം, പാകത്തിനിട്ടാ പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഉലുവപ്പൊടി നമ്മുടെ ഇവിടെ നമ്മൾ അങ്ങനെ മേടിക്കാറുണ്ട്. നമ്മൾ ഉലുവ മേടിച്ചിട്ട് പൊടിയാക്കാണ് സാധാരണ. അതെ, ഇന്ന് നമ്മളിത് ഉലുവപ്പൊടി നല്ല മുളക് മൊരിയണ, പച്ചമുളക് മൊരിയണ മണം. പച്ചമുളക് മൊരിയുമ്പോഴാണല്ലോ ഇങ്ങനെ ഇത്രയും മണം നല്ലത്. പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട്, നമുക്ക് കണക്കൊന്നുമില്ല, നമുക്ക് അമ്മക്കെല്ലാം ഒരു മനക്കണക്കാണ്. അതായത് ഇത്ര സ്പൂണൊന്നും അമ്മ പറയാറില്ല. ഒരു ഏകദേശം വെച്ചിട്ടാണ് അമ്മ ഇടാറുള്ളത്. വെളിച്ചെണ്ണ പോരാഴിക ഉണ്ട്, അപ്പൊ അത് വെളിച്ചെണ്ണ. അപ്പൊ നമ്മള് മുളക് പൊടി മഞ്ഞപ്പൊടി മാത്രമല്ലേ ഇട്ടുള്ളൂ. ഇപ്പൊ മുളക് പൊടി മഞ്ഞപ്പൊടി മാത്രം ഇട്ടുള്ളൂ. ഉലുവപ്പൊടി എടുത്തന്നെ പാകത്തിനിട്ടോ. ഉലുവപ്പൊടിയാണ്. അയ്യോ, അത് കുഴപ്പമില്ല. ഉലുവപ്പൊടി മതിയാ? ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നും ഉണ്ടല്ലോ? ഒന്നുമില്ല. വിനാഗിരി ഇടണ്ടേ? വിനാഗിരി ഇതൊക്കെ ഇട്ടിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് വിനാഗിരി. ഇനി നോക്ക്, വറുത്ത മീനിനകത്തേക്ക്. ഓ, ബീഫ് ഫ്രൈ ചെയ്ത് വെച്ചേക്കണ പോലെ ഉണ്ടല്ലേ മീൻ വറുത്ത് വെച്ചിട്ട്. നല്ലോണം ഒന്ന് യോജിച്ച് നല്ലോണം മിക്സ് ചെയ്ത്. നല്ല രസം കാണാനായിട്ട്. ചാറിലല്ലോ അപ്പൊ നമുക്ക്? ചാറാവും ഇപ്പൊ, വറ്റേ വെറുതെയൊക്കെ അല്ലേ, ചാറാക്കാം നമുക്ക്. മുളക് പൊടിയുടെ കുത്തല് കഴിഞ്ഞിട്ടില്ല. വിനാഗിരിയോട് വിനാഗിരി ഒഴിക്കട്ടെ? ഒഴിച്ചോ. വിനാഗിരി ഒഴിക്കണേ കേട്ടാ. മതിയാ. പക്ഷെ ഇത് കുറച്ചു നേരം കഴിയുമ്പോ ഇതാവൂട്ടാ, പറ്റിപ്പോവല്ലേ? മീനില് പിടിക്കോ? അപ്പൊ പിന്നെ ഉപ്പിടേണ്ടി വരില്ല? പിന്നെ ഉപ്പിടണം. അപ്പൊ ഉപ്പുപൊടി ഇങ്ങോട്ട് ഞാൻ ഇട്ടോളാം. വിനാഗിരി ഇട്ടാറുള്ള നമ്മൾ ഉപ്പുപൊടി ഇടണേണ്ട, നല്ലോണം ഉപ്പുപൊടിയും കൂടി ഇട്ടിട്ട് ഇനി എന്ത് ചെയ്യണം? നമ്മൾ തിളപ്പിക്കണോ? തിളക്കണോ അത്? പിന്നെ അതും കൂടി ഇട്ടിട്ട് നമ്മള് തിളക്കണോന്നാ പറയണത്. അപ്പൊ ഒന്ന് ഇരിക്കണം. നോക്കട്ടെ, ഫുള്ളിലാണ് ഇട്ടാണ്? ഞാൻ ഫുള്ളിലാണ്. ഉപ്പേ ഇനി ഒന്ന് പറ്റൂ, മീന് പിടിച്ചു കഴിയുമ്പോഴേ വിനാഗിരിയൊക്കെ മീനിൽ പിടിക്കും. മീനിൽ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ ചാറൊന്നും ഉണ്ടാവൂല. അന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന അച്ചാറിന് പറഞ്ഞ പോലെ ചാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. ഇങ്ങനെ നല്ലോണം പറ്റി നല്ല യോജിച്ച് നല്ല കുഴമ്പം പോലെയാണ് ഇരുന്നേച്ചത്. അപ്പൊ ഇത് അതുപോലെ തന്നെ ആവോല്ലേ? ഇത് കഴിയുമ്പോ നമുക്ക് ഇരിക്കുമ്പോ വിനാഗിരി പോരെങ്കിൽ അതിനനുസരിച്ച് ഉപ്പിടാം. പിന്നെ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യണം നമ്മള്? അങ്ങനെ വെക്കാം, നമുക്ക് മൂടി വെക്കണോ അല്ലേ? എന്നാലേ ശരിയാവുള്ളൂ. ഇങ്ങനെ ഇനി ചുമന്ന നിറം വരും. ചുമന്ന നിറം വരും ഇരുന്ന് കഴിയുമ്പോ അല്ലേ? പിന്നെ
ഇന്ന് ഓഫാക്കാം, നമുക്ക് ഓഫാക്കിയിട്ട് നമ്മുടെ അച്ചാറായിട്ടുണ്ട്. അത് ആയിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ആയിട്ടില്ല. ഇനി ഇത് ഇരുന്ന് നല്ലോണം ഒന്ന് അതെ പറ്റണം. ഇതിന്റെ ചാറൊക്കെ അതെ മീനിലേക്ക് ഒന്ന് പിടിക്കണം. അതെ എന്നാലാണ് കറക്റ്റ് ആയിട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഉപ്പും പുളിയൊക്കെ നല്ലോണം ഉണ്ട്. വിനാഗിരിയുടെ പുളിയൊക്കെ നല്ല ഓഫാകട്ടെ, ഞാൻ അഞ്ഞി ഓഫാക്കാം. അതൊന്ന് വെച്ച് പതിയൊന്നും മൂടാം. നമ്മുടെ മീനച്ചാറ് റെഡിയാണ്. മീനച്ചാറ് ആക്കിയിട്ട് കുറച്ച് നേരമായി. അപ്പൊ അതേ ഇപ്പൊ ഏകദേശം ചാറൊക്കെ പറ്റി കുറച്ചും കൂടി പറ്റണ്ടല്ലേ? ഇരിക്കുമ്പോഴാണ് നല്ലൊരു ഇതാവുള്ളൂ. പിന്നെ നമുക്ക് കാശ്മീർ മുളക് പൊടി അത് ഇട്ടിട്ടില്ല. അതാണ് ഒരു കളറിന് ഇത്തിരി കുറവുണ്ട്. നമ്മള് സാധാരണ മുളക് പൊടി മാത്രം ഇട്ടേക്കണം. അത്യാവശ്യം എരിവും കാര്യങ്ങളും എരിവൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് കാശ്മീർ മുളക് പൊടി ഇടാത്ത കാരണം കളർ നല്ല കട്ട ചുമപ്പ് വന്നിട്ടില്ല. എന്നാലും ഒരുമാതിരി ചുമപ്പുണ്ട് കേട്ടോ. എണ്ണയൊക്കെ അധികം ഇടാൻ പാടില്ല. വെളിച്ചെണ്ണയൊക്കെ കുറച്ച് എന്നാലും ഉണ്ട്. വെളിച്ചെണ്ണയൊക്കെ കുറച്ച് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് കഷ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയല്ല. അതൊന്ന് ഇളക്കിയെടുത്തേ. നല്ല മണം വന്നിട്ടാ. നമുക്ക് ഈ അച്ചാറിന്റെ ഒക്കെ മണം വരുമ്പോ വായിന്ന് ഒരു സൈസ് വെള്ളം വരൂലേ? അതുപോലെ വെള്ളം വന്നിട്ട് നോക്കട്ടെ. അധികം വേണ്ടല്ല, അച്ചാറല്ല, ഒരു കഷ്ണം മതി. നല്ല സൂപ്പർ മണം. അടിപൊളിയായിരുന്നു കേട്ടോ. അയ്യോ, ഞാൻ ടേസ്റ്റ് നോക്കിയതാ. സൂപ്പർ അടിപൊളിയായിരുന്നു അച്ചാർ കേട്ടോ. നല്ല മണം, നല്ല മണമൊക്കെ നല്ല മണം അച്ചാറുണ്ടാവും. അടിപൊളി എന്തായാലും. അപ്പോ ഫ്രണ്ട്സ്, നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കേരമീന്റെ അച്ചാറായിരുന്നു. ചെമ്മീനാണ് ഉദ്ദേശിച്ചതെങ്കിലും കേരമീന്റെ അച്ചാറാണ് നമ്മൾ ഇട്ടത്. അപ്പൊ എന്തായാലും മീനിന്റെ അച്ചാർ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോയില് ഷിയും ദിയമില്ല. ദിയക്ക് ഒരു ബാലസഭ പരിപാടിയൊക്കെ ആയിട്ട് ദിയ പോയേക്കണേണ്. ഷിയു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കള പരിപാടി ആയത് കാരണം ഷിയു പരിസരത്തോട്ടേ വന്നിട്ടില്ല. അവൻ പുറത്തിറങ്ങി കളിക്കണേന്. എന്തായാലും നിങ്ങളാണ് ഞങ്ങളുടെ ഒരു സപ്പോർട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ നിർത്താം. അപ്പൊ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ.